അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവിടെയൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ മാനദണ്ഡത്തിലേക്ക് സുഹൃത്തുക്കളെ നമ്മൾ മടങ്ങി വരണം. എപ്പോഴാ അതിനൊക്കെ കഴിയാ? തന്റെ ഭർത്താവ് എന്നോടൊരു കാര്യം കൽപ്പിക്കുമ്പോ ഞാനത് അനുസരിക്കണമല്ലോ എന്നൊരു ബോധം ഒരു പെണ്ണിന് വരണമെങ്കിൽ, എന്റെ ഭർത്താവിന്റെ മനസ്സിന് ഞാൻ സന്തോഷം പകരണമല്ലോ എന്നൊരു പെണ്ണിന്റെ മനസ്സിൽ ബോധം വരണമെങ്കിൽ, എന്റെ ഭർത്താവ് എന്നെ കാണുന്നില്ലെങ്കിലും റഹ്മാനായ റബ്ബ് എന്നെ കാണുന്നുണ്ട്, അതുകൊണ്ട് എന്റെ ശരീരത്തിന്റെ കാര്യത്തിലും അങ്ങേരുടെ സമ്പത്തിന്റെ കാര്യത്തിലും ഞാൻ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊരു പെണ്ണിന് ബോധം വരണമെങ്കിൽ എന്താണ് അവിടെ വേണ്ടത്? അവൾക്ക് സൗന്ദര്യമാണോ വേണ്ടത്? അവൾക്ക് സമ്പത്താണോ വേണ്ടത്? വലിയ തറവാടിത്തത്തിലെ മെമ്പറാവുകയാണോ വേണ്ടത്? അതൊന്നുമല്ല. ദീനുണ്ടെങ്കിലേ അത് നടക്കൂ. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് എന്ത്? ദീനാണ് മാനദണ്ഡം. ദീനുണ്ടെങ്കിൽ ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും. കാരണം അവൾക്ക് പടച്ചവനെ പേടിയുണ്ട്. കാരണം മരിച്ചു പോകണം, ഖബറിൽ കഴിയണം, മഹ്ശറിലെത്തണം, അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലും അൻ റഇയതിഹി, നിങ്ങളൊക്കെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ കീഴിലുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും. ആ നാള് വരുമ്പോ എന്റെ ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ ഞാൻ വീഴ്ച വരുത്തിയോ ഇല്ലേ എന്ന് റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ പരലോകത്ത് ഞാൻ ഉത്തരം പറയേണ്ടി വരും എന്ന പേടി ഒരു പെണ്ണിനുണ്ടെങ്കിൽ ആ പെണ്ണായിരിക്കും ഏറ്റവും വലിയ ഉത്തമയായ ഭാര്യ. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ദീന് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇതേപോലെ തന്നെ പുരുഷന്മാരോടും പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ് സഹാബി, പ്രവാചകരെ, ഒരു പുരുഷന് തന്റെ ഭാര്യയോടുള്ള കടമകൾ എന്തൊക്കെയാണ്? ഇതിപ്പോ ആണുങ്ങൾക്ക് പെണ്ണിൽ നിന്ന് കിട്ടേണ്ട കടമകള അവിടെ വിശദീകരിച്ചത്. ഇനി അങ്ങോട്ട് ചോദിക്കുകയാണ്, ഒരു സ്ത്രീക്ക് ഞങ്ങളിൽ നിന്ന് എന്തൊക്കെ കടമകൾ കിട്ടണം, എന്തൊക്കെയാണ് ഞങ്ങൾ അവരോട് പാലിക്കേണ്ടുന്ന മര്യാദകൾ? സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇദാ തഇംത, നീ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അവൾക്കും നീ ഭക്ഷണം കൊടുത്തേക്കണം. അവൾക്ക് ഭക്ഷണം കൊടുക്കണം, നിന്റെ കടമയാണ്. അവൾക്ക് ചെലവിന് കൊടുക്കേണ്ടത് നീയാണ്, അവളല്ല കുടുംബം പോറ്റേണ്ടത്. അവൾക്കുള്ള ഭക്ഷണത്തിന്റെ വക പോലും കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം അവൾക്കല്ല, നീയാ നോക്കേണ്ടത്. പുരുഷനാണ് ആ ഉത്തരവാദിത്തം. അതുപോലെ തന്നെ നീ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ നീ അവളെയും ഉടുപ്പിക്കണം. ഒരു പെണ്ണിന് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, അതുപോലെയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിക്കൊടുക്കൽ നിന്റെ കടമയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും നിലക്കൊരു പിണക്കം അവളിൽ നിന്ന് പ്രകടമാകുമ്പോഴേക്ക് എന്ത് ചെയ്യരുത്? അവളുമായിട്ട് നിങ്ങൾ വെടിഞ്ഞു നിൽക്കരുത്. ഇല്ലാ ഫിൽ ബൈത്തി, വീട്ടിൽ വെച്ചല്ലാതെ, സ്വകാര്യതകളിൽ വെച്ചല്ലാതെ ആ പിണക്കം പ്രകടിപ്പിക്കരുത്. അവളോട് പിണക്കമാണെന്ന വിഷയം ലോകത്തോട് പറഞ്ഞു നടക്കരുത്. ആ രൂപത്തിൽ അവളെ വഷളാക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ അവളെ ചീത്ത പറയരുത്, തെറി വിളിക്കരുത്. ആ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറഞ്ഞു, ലാ യഫറുഖു മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു സത്യവിശ്വാസിയായ പുരുഷനും ഒരു സത്യവിശ്വാസിയായ പെണ്ണിനെ വെറുക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖാ, അവളിൽ നിന്ന് ഒരു സ്വഭാവം നിനക്ക് വെറുപ്പായി തോന്നിയാലും നിനക്ക് അവളിൽ ഒരുപാട് നല്ല സ്വഭാവങ്ങളുണ്ടല്ലോ, നീ അത് ചിന്തിച്ചുകൊണ്ട് അവളിലുള്ള പോരായ്മകളെ നീ കണ്ണു ചിമ്മിയേക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എല്ലാം തികഞ്ഞൊരു പുരുഷനുണ്ടാകോ? എല്ലാം തികഞ്ഞൊരു പെണ്ണുണ്ടാവോ? ഉണ്ടാവില്ല. ചില സ്വഭാവങ്ങൾ നമുക്ക് പിടിക്കാത്തതുണ്ടാകും. അത് കാണുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണെന്ന് പറയുന്നത് ഒരു വളഞ്ഞ വാരിയല്ല് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവളാണ്. വളഞ്ഞ വാരിയല്ല്, വളഞ്ഞൊരു സാധനം നേരെ കണ്ട് നിർത്തി അതിന്റെ കൃത്യമായിട്ട് ആ വളവൊന്നും അതിന് ഞാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞ് പിടിച്ചു നിവർത്താൻ എന്നാ എന്താ സംഭവിക്കുക? അത് പൊട്ടിപ്പോകും. അപ്പൊ അതിന് പ്രകൃതിയാനുള്ളൊരു വളവുണ്ട് എന്ന് സമ്മതിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ പറ്റൂല, ഇത് പൂർണ്ണമായി ഞാൻ വിചാരിക്കും പോലെ അങ്ങോട്ട് നിവർത്താനെന്ന് അത് പൊട്ടലായിരിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ചെയ്തു, നീ അത് പൂർണ്ണമായി നിവർത്താൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകും. അത് പൊട്ടിപ്പോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? നബി തങ്ങൾ തന്നെ പറഞ്ഞു, തലാഖുഹാ, തലാഖേല്ലണ്ടി വരും.
അപ്പൊ പുരുഷ ലോകത്തോട് ഇസ്ലാം പറഞ്ഞു, കുറെ കാര്യങ്ങൾ കണ്ടില്ല എന്ന് വെക്കണം, കുറെ കേട്ടില്ല എന്ന് വെക്കണം, നല്ല കുറെ സ്വഭാവങ്ങൾ ഇങ്ങനെ ഓർക്കണം. ഇഷ്ടല്ലാത്ത ചില സ്വഭാവങ്ങൾ കാണുമ്പോ അതിന്റെ പേരിൽ എടുത്തു ചാടി ഒരു പെണ്ണിനെ മൊഴിചൊല്ലാൻ പാടില്ല. പിന്നെന്ത് വേണം? കുറെ കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണം. അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതേതാ? കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ട വിഷയങ്ങൾ എന്താ? അള്ളാന്റെ ദീനുമായി ബന്ധപ്പെട്ടതാണോ? ഒരിക്കലുമല്ല. ഒരു പെണ്ണ് തീരെ നിസ്കരിക്കൂല, സുബൈക്കൊന്നും നീക്കൂല, എഴുന്നേൽക്കൂല, വൃത്തിയാകൂല, കുളിക്കൂല, തീരെ നിസ്കരിക്കൂല, ഇസ്ലാമികമായ നിയമങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഒരു പെണ്ണ് വേണ്ട. അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അവിടെ അല്ല അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞത്. നോമ്പ് തോൽക്കൂല, റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കും, എല്ലാ രൂപത്തിലുള്ള മോശത്തരങ്ങളും ഉണ്ട്, ശരീരം മറക്കൂല, ശരീരം മറച്ചിട്ടല്ല പുറത്തിറങ്ങുക, ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കൂല, അങ്ങനെ ഒരു മോശപ്പെട്ട ജീവിതം ജീവിക്കുന്ന ഒരു പെണ്ണ്, അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാൻ. അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആ അഡ്ജസ്റ്റ് അല്ല, അതൊക്കെ ക്ലിയർ ആയിരിക്കണം. അതല്ലാത്തവരുടെ കൂടെ ജീവിതം വേണ്ട, അല്ലാത്ത ജീവിതമില്ല, അതിലൊന്നും അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അതൊരു പെണ്ണിന് പകർന്നു കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണ്. ഇസ്ലാമിക കുടുംബത്തിന്റെ അടിത്തറ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ആണുങ്ങൾ മനസ്സിലാക്കണം, ഞാനൊരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭക്ഷണം കൊടുക്കലും വസ്ത്രം കൊടുക്കലും മാത്രമല്ല എന്റെ ഡ്യൂട്ടി എന്ന് നമ്മൾ അറിയണം. മറിച്ച് അത് മാത്രല്ല, എന്നോട് പരലോകത്ത് നിങ്ങളോടും അള്ളാഹു ചോദിക്കാം. പിന്നെന്താ? അവളുടെ ദീനിനെ കുറിച്ച് ചോദിക്കും. അവൾ ഈ മുസ്ലിമായി ജീവിക്കുന്നുണ്ടോ? അവളോട് ചോദിക്കും. അതിന്റെ പുറമെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഒരു പുരുഷന്റെ കീഴിലുള്ള ഭാര്യയുടെ കാര്യം നാളെ പരലോകത്ത് അള്ളാഹു ചോദിക്കും. അവളുടെ ജീവിതം എങ്ങനെ? നമ്മുടെ കീഴിലുള്ള മക്കളുടെ കാര്യം നാളെ പരലോകത്ത് റബ്ബ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളുടെ കടമയായി കൊണ്ടല്ല പറഞ്ഞ ആയത്ത് കേട്ടിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ല കൽപ്പിച്ച ഒരു കൽപ്പനയുണ്ട്. അതെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. വളരെ ഗൗരവത്തോടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, അല്ലാഹു സ്നേഹത്തോടെ നമ്മളെ വിളിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കാത്തുകൊള്ളണം, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണേ. അത് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു, എന്റെ തടി ഞാൻ നോക്കുന്നുണ്ട്, എന്റെ നിസ്കാരം കറക്റ്റാണ്, എന്റെ ദീന് കറക്റ്റാണ്, എന്റെ ഇസ്ലാമിക ജീവിതം കറക്റ്റാണ്, അത് നോക്കാനേ എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ. അതിലപ്പുറം എന്റെ ഭാര്യ എങ്ങനെയാണ്, എന്റെ മക്കൾ എങ്ങനെയാണ്, അത് നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല എന്ന് പറഞ്ഞ് എനിക്ക് ആശ്വസിച്ചൊരു ഭാഗത്ത് ഇരിക്കാമായിരുന്നു. പക്ഷേ ആ ആയത്തെങ്ങനെയാണ് സഹോദരി? ഖൂ അൻഫുസകും എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. തുടർന്നുകൊണ്ട് റബ്ബ് പറയുന്നുണ്ട്, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ രക്ഷിക്കണേ, നാറാ, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, വഖൂദുഹാ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറക്, അന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമാണ്. അള്ളാന്റെ ദീനിനെതിരെ ജീവിച്ച ധിക്കാരികളായ മനുഷ്യരെ കത്തിക്കാനുള്ള ഇടമാണ് നരകം. അതുപോലെ തന്നെ വൽ ഹിജാറ, കല്ലുകളുമാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. ആ കത്തിക്കപ്പെടുന്ന നരകത്തിയിൽ ആരുടെ വിലാപം കേട്ടുകൊണ്ടും ആരുടെ അട്ടഹാസം കേട്ടുകൊണ്ടും ആരുടെ പൊട്ടിക്കരച്ചിൽ കേട്ടുകൊണ്ടും ഒരു മനസ്സും അലിഞ്ഞു പോകാത്ത അത്രത്തോളം കഠിന ഹൃദയരായ മലക്കുകളെയാണ് അതിന്റെ ഉത്തരവാദിത്വം റബ്ബുൽ ആലമീൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അലൈഹാ, ആ നരകത്തിന്റെ മേൽ ഉത്തരവാദിത്വം റബ്ബ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളവർ മലായികത്തുൻ, ചില മലക്കുകളാണ്. ഗിലാദുൻ ശിദാദ്, വളരെ പരുക്ക സ്വഭാവമുള്ളവരാണ്, കഠിന ഹൃദയന്മാരാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും,
അവരോട് എന്തല്ല കൽപ്പിച്ചുവോ അതിനവർ എതിര് ചെയ്യുന്നവരല്ല. വയഫ്അലൂന മാ യുഅ്മറൂന, കൽപ്പിക്കപ്പെട്ടതെന്താണെങ്കിൽ അതപ്പടി അങ്ങ് നിറവേറ്റുന്നവരാണ്. ഞങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നരകത്തിൽ നിന്ന് വിലപിച്ചാൽ ഒരു രക്ഷ തരുന്ന മലക്കുകളാണ് അവിടെ ഉള്ളതെന്ന് ഒരാളും ചിന്തിക്കേണ്ടതില്ല. ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ, മിണ്ടാതെ അവിടെ കിടന്ന് അനുഭവിച്ചോളണം എന്ന ഉത്തരമല്ലാതെ നരകത്തിൽ വെച്ച് പൊട്ടി കരഞ്ഞ് വിലപിക്കുന്നവർക്കൊരു മറുപടിയും കിട്ടാനുണ്ടാവില്ല. അതാ നരകം. ആ നരകത്തിൽ നിന്ന്, അത്ര കഠോരമായ നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ബോഡി കാത്തു സൂക്ഷിക്കണം എന്നല്ല അല്ലാഹു പറഞ്ഞത്. അത് സൂക്ഷിക്കണം. അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബങ്ങൾ. അഹ്ല് എന്ന് പറയുമ്പോ സൗജത്ത്, അതുപോലെ തന്നെ ഔലാദ്, ഭാര്യ, മക്കൾ, ഇവരെയും കൂടി നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷിക്കൽ നിങ്ങളെ കടമയാണ്. അള്ളാഹു പുരുഷ ലോകത്തോട്, മുഅ്മിനീങ്ങളോട് അള്ളാഹു പറയാം. ഇത് എവിടുന്നാ സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്? നാളെ പരലോകത്ത് മഹ്ശറിലെത്തുമ്പോ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, കത്തിയാളുന്ന നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. എന്താണ് രണ്ടായത്തിൽ അല്ലാഹു പറയുന്നത്? ലതറവുന്നൽ ജഹീം, ലതറവുന്നൽ ജഹീം, നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, നല്ല കൺകൊണ്ടുള്ള നല്ല ഉറപ്പുള്ള കാഴ്ച നിങ്ങൾ കാണും. ഇപ്പൊ ദുനിയാവിൽ നരകണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് വരുമ്പോഴല്ലേ എന്നാ ചിന്തിക്കുന്നത്. അത് അപ്പോഴല്ലേ, അപ്പൊ നോക്കാം. ആളെ പരലോകത്ത് ഇത് കാണും. ആ കാണുന്ന നേരത്ത് കത്തിയാളുന്ന നരകത്തിയിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു അങ്ങോട്ട് വലിച്ചിടുമ്പോ അള്ളാഹ് രക്ഷിക്കണേ അവിടെ വെച്ച് പറയാനാണോ ഈ ആയത്തിൽ അള്ളാഹ് പറഞ്ഞത്? അല്ലെങ്കിൽ എന്റെ മക്കളെ ഇടല്ല അള്ളാഹ് അവിടെ വെച്ച് തടുക്കണം എന്നാ പറയണത്? എന്റെ ഭാര്യയെ അതിലിടല്ല റബ്ബേ എന്ന് അവിടെ വെച്ച് തടുക്കണം എന്നാണോ അള്ളാഹു തആല പറയുന്നത്? അല്ല. പിന്നെ എവിടുന്നാ ഈ തടുക്കേണ്ടത്? എവിടുന്നാ നമ്മുടെ ബോഡി അതിൽ വീഴാതെ നോക്കേണ്ടത്? എവിടുന്നാണ് നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യ അതിൽ വന്നു വീഴാതെ നമ്മൾ സംരക്ഷിക്കേണ്ടത്? പരലോകത്ത് വെച്ച് നരകം കൺമുമ്പിൽ കാണുന്ന നേരത്തല്ല, അത് ഇവിടുന്ന് ചെയ്യേണ്ട പണിയാണ്. ഈ ലോകത്ത് വെച്ച് നമ്മൾ ചെയ്യേണ്ടുന്ന പണിയാണ്. നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും നിങ്ങൾ നരകത്തിയിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം, നമ്മുടെ ഇണയിൽ മക്കളെയും. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാര് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ ദീന് പഠിപ്പിച്ചു കൊടുക്കണം. ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊരു ഇസ്ലാമിക കുടുംബത്തിന്റെ ബാധ്യതയാണ്, ഒരു ഭർത്താവിന്റെ ബാധ്യതയാണ്. തന്റെ ഭാര്യക്കും തന്റെ സന്താനങ്ങൾക്കും ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കണം. സ്വന്തം പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയോ? അങ്ങനെ കഴിയില്ലേ? പഠിപ്പിച്ചു കൊടുക്കാൻ സംവിധാനങ്ങൾ എവിടെയുണ്ടോ അങ്ങോട്ട് പറഞ്ഞേച്ച് പഠിപ്പിക്കൽ നിർബന്ധം. അവർക്ക് ദീന് പഠിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കൽ നിർബന്ധം. അവർക്ക് ദീന് കേൾക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കൽ അനിവാര്യം. ഇങ്ങനെ ഒരു കടമ കൂടി ഭർത്താക്കന്മാർക്കുണ്ട്. അത് നിർവഹിച്ചിട്ടില്ലെങ്കിലോ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരാകും. ഇത് ഇസ്ലാമികമായ ഒരു കുടുംബത്തിന്റെ കാര്യമാണ്. അള്ളാഹുവിന്റെ ഒരു ദീനിനെ സംബന്ധിച്ച് എനിക്കൊക്കെ അറിയാൻ എന്റെ പെണ്ണെന്തോ ആയിക്കോട്ടെ ചിന്തിക്കാൻ പറ്റുമോ? ഇവിടെ ഓരോ സമയങ്ങളില് ആളുകൾ ഓരോ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇസ്ലാം അറിയാത്തത് കൊണ്ട് പലപ്പോഴും ആളുകൾ ചെയ്യും. ഇപ്പൊ ഇതിപ്പോ ഷഅബാൻ മാസമാണ്. ഷഅബാൻ മാസത്തിൽ ചില ആളുകൾ എന്തു ചെയ്യും? ബറാത്ത് രാവ് എന്ന പേരിൽ ഒരു രാവ് പ്രത്യേകമായി ആഘോഷിച്ച് അതിന്റെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ 3 വീതം യാസീൻ ഓതി, അങ്ങനെ അതുപോലെ തന്നെ പ്രത്യേകമായ ഒരു നിസ്കാരം നിർവഹിച്ച് നാളത്തെ പകൽ പ്രത്യേകമായി ഒരു ബറാത്ത് നോമ്പെന്ന പേരിൽ ഒരു നോമ്പെടുത്ത് അതുപോലെയുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്ന ആളുകളുണ്ട്. ഇസ്ലാമികമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു രാവിന്റെ പേരിൽ ഒരു പ്രത്യേക നിസ്കാരമോ പിറ്റേന്നൊരു ബറാത്ത് നോമ്പോ അതല്ലെങ്കിൽ ഒരു പ്രത്യേകം സ്പെഷ്യലായിക്കൊണ്ട് ഒരു 3 യാസീൻ ഓരോ മെമ്പർമാരും പാരായണം ചെയ്യലോ അതല്ലെങ്കിൽ സൂറത്തുൽ ദുഖാൻ പാരായണം ചെയ്യലോ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല.
മറിച്ച് ഈ മാസത്തിൽ എന്താ നമ്മോട് കൽപ്പിക്കപ്പെട്ടത്? അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാതെ ചെറുതും വലുതുമായ എല്ലാ ശിർക്കിൽ നിന്നും മുക്തമായി, ബിദ്അത്തുകളിൽ നിന്ന് മുക്തമായി, ഒരാളോടും മനസ്സിൽ വിദ്വേഷവും പകയുമില്ലാത്ത നല്ലൊരു മനസ്സിന്റെ ഉടമയായി കഴിയുമെങ്കിൽ ധാരാളം ദിവസങ്ങളിൽ നോമ്പെടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗം. പ്രവാചകൻ പരിശുദ്ധ റമദാനിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമായിരുന്നു ശഅബാൻ മാസം. ഇതിപ്പോ നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് അറിയില്ലെങ്കിൽ അത് പകർന്നു കൊടുക്കേണ്ട ഒരു കടമ നമുക്കില്ലേ? അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, ഒരു വിഷയത്തിലെ ഇസ്ലാമികം എന്ത്, ഒരു വിഷയത്തിലെ ഇസ്ലാം അല്ലാത്തത് എന്ത്, അത് പകർന്നു കൊടുക്കണം. എന്താണ് ഈ ഇസ്ലാമിലെ ഇബാദത്തുകൾ? നിസ്കാരമെന്ത്, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഒരു വീട്ടിന്റെ വിളക്കാവണം. ഇസ്ലാമികമായ ഒരു കുടുംബത്തിൽ ഇസ്ലാമികമായ ചർച്ചകൾ ഒരു വീട്ടിൽ നടക്കണം. നമ്മുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വീട്ടിലേക്ക് കയറി വന്നാൽ പല കാര്യങ്ങളും തന്റെ കുടുംബത്തോട് സംസാരിക്കും. തമാശകൾ പറയും, കളവായ തമാശ പറയൂലാന്ന് മാത്രം. തന്റെ ഭാര്യയുടെ കൂടെ, കുടുംബത്തിന്റെ കൂടെ ഏറെ സമയം ചെലവഴിക്കാൻ അവിടുന്ന് നേരം കണ്ടു. തിരക്കുകൾക്കിടയിൽ തന്റെ കുടുംബത്തോടും മക്കളോടുമൊപ്പം സമയം ചെലവഴിക്കാൻ പോലും സമയം കാണാത്ത ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോളം തിരക്കുള്ള ഒരു മനുഷ്യൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എല്ലാമായിരുന്നു. അവിടുത്തെ പള്ളിയിലെ ഖതീബാണ്, ഇമാമാണ്, ആ രാജ്യത്തുള്ള സേനാ നായകനാണ്, ഒരുപാട് ഭാര്യമാരുടെ ഭർത്താവാണ്, മക്കളുടെ പിതാവാണ്, പലരുടെയും അയൽവാസിയാണ്, രാജ്യത്തെല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്. എല്ലാ അർത്ഥത്തിലും യുദ്ധരംഗത്തും സമരരംഗത്തും ഇസ്ലാമിക പ്രബോധന രംഗത്തും അള്ളാഹുവിന്റെ വഹയി കേൾക്കുകയും അത് പ്രചരിപ്പിക്കുകയും ജനങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അടുക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും കൽപ്പിക്കുകയും അവർ നരകത്തിൽ പോകാതിരിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന തിരക്ക് പിടിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും തന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ നേരം കണ്ടെത്തിയിട്ടുണ്ട്. അത് ബാധ്യതയാണ്, അത് കടമയാണ്. ഇസ്ലാമികമായ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നു. നമ്മുടെ വീടുകളുടെ അന്തരീക്ഷങ്ങളിൽ അള്ളാഹുവിന് നിരക്കാത്ത ഒരു കാര്യം നമ്മുടെ ഭവനത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി പൂർണ്ണമായും പുരുഷൻ തന്നെയാണ്. സ്ത്രീക്കും അതിന്റെ ബാധ്യതയുണ്ട്. ഒരു ഭാര്യ മനസ്സിലാക്കണം, ഞാൻ ഈ കുടുംബത്തിലെ നായികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ നായികയാണ്. ഫഹിയ മസ്ഊലത്തുൻ അൻ റഇയതിഹാ. അവളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവളും ചോദിക്കപ്പെടും. എപ്പോഴും വീട്ടിൽ പുരുഷൻ ഉണ്ടാവില്ല. കാരണം പുരുഷന്റെ പ്രവർത്തന മണ്ഡലം വീടല്ല, പെണ്ണിന്റെ പ്രവർത്തന മണ്ഡലമാണ് വീട്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് പോകാൻ ഇസ്ലാം നിർബന്ധിച്ചിട്ടില്ല. കാരണം എന്താ? പുരുഷനാണ് ചെലവഴിക്കേണ്ട കടമകളൊക്കെ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഒരു പെണ്ണ് ജോലിക്ക് പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാലോ ഇസ്ലാമിക നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഏതൊരു ജോലിയാണോ താൻ നിർവഹിക്കുന്നതെങ്കിൽ ആ ജോലിയിൽ ഇസ്ലാമികമായ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു പെണ്ണ് അവളുടെ പുറത്തിറങ്ങുന്ന വേഷത്തിലടക്കം ശ്രദ്ധിച്ചുകൊണ്ട് ജോലിക്ക് പോവുകയാണെങ്കിലോ ഇസ്ലാം അരുതെന്നും പറഞ്ഞിട്ടില്ല, നിഷിദ്ധമാക്കിയിട്ടുമില്ല. എന്നാൽ ഒരു സ്ത്രീക്കല്ല കുടുംബം പോറ്റേണ്ട ഉത്തരവാദിത്തം ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്, മറിച്ച് ആർക്കാണ്? പുരുഷനാണ്. അതുകൊണ്ടാണ് സ്ത്രീകളെക്കാൾ പുരുഷന് പദവി, നേതൃത്വം. പുരുഷനൊരു കുടുംബത്തിന്റെ യൂണിറ്റിലെ നേതാവിനെ ആണാക്കി മാറ്റിയത് എന്തുകൊണ്ടാ? രണ്ട് കാരണങ്ങളാ അല്ലാഹു തആല പറഞ്ഞത്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബിഹി ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയാണ്, അർരിജാലു പുരുഷന്മാരാണ് ഖവ്വാമൂന അലൻ നിസാ സ്ത്രീകളുടെ മേൽ നേതൃത്വം കൈയാളേണ്ടത്. ഒരു വീട്ടിലെ നിയന്ത്രണവും നേതാവുമാകേണ്ടത് ആരാണ്? ഒരു വീട്ടിലെ നേതാവ് പെണ്ണല്ല. ഒരു കുടുംബം എന്ന യൂണിറ്റിലെ നായകത്വം, നേതൃത്വം ആർക്കാണ്? പുരുഷനാണ്.
അർരിജാലു ഖവ്വാമൂന അലന്നിസാ. സ്ത്രീകളുടെ മേലിലുള്ള അധികാരി ആരാണ്? പുരുഷനാണ്.